ഓക്കെ. അപ്പം നമ്മൾ പുതിയൊരു സീരീസ് തുടങ്ങുകയാണ്. ICT സീരീസാണ്. അപ്പോൾ ആ സീരീസ് നമ്പർ 1 ഇൻട്രൊഡക്ഷൻ ഓഫ് ICT. എന്താണ് ICT? എല്ലാവർക്കും അറിയാം എന്താണ് ICT ട്രേഡിംഗ് മെത്തേഡ്. ഇപ്പം അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ളൊരു ട്രേഡിംഗ് മെത്തേഡ് തന്നെയാണ് ICT. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. അപ്പോൾ ഒരു സീരീസ് തുടങ്ങുകയാണ്. അപ്പം ഈ ഫസ്റ്റ് സീരീസിൽ എന്താണ് ബേസിക്കായിട്ട് എന്താണ് ICT എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസ്, ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസാണ് ഈ വീഡിയോക്കുള്ളത്. ഓക്കെ, അപ്പം വെൽക്കം ടു T40. ഓക്കെ, അപ്പം ബാക്കി കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് ICT. എന്താണ് ICT? എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, എന്നാലും അറിയാത്തവരായിട്ടുണ്ടാകും ആളുകൾ. ഓക്കെ, ICT എന്ന് പറയുന്നത് ഇന്നർ സർക്കിൾ ട്രേഡർ എന്ന് വെച്ചാൽ ഒരു ഇന്നർ സർക്കിൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഒരു 1.1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ആയതാണ്. അദ്ദേഹമാണ് ICT ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ഇനി എന്താണ് ICT ഒക്കെ കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ താഴെ എഴുതിയ ഈ ഒരു ഷോർട്ട് നോട്ട് ഒന്ന് വായിക്കാം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും നമ്മൾ ഫൗണ്ടേഷൻ കറക്റ്റ് ആക്കുക എന്നുള്ളൊരു പേർപ്പസ് ആണല്ലോ ഉള്ളത്. അപ്പം എന്തായാലും ബേസ് ക്ലിയർ ആക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഷോർട്ട് നോട്ട് നോക്കാം. ICT trading is a technical trading method that relies on chart analysis and market trends to make trades. Okay, this strategy is based on the idea that market trends can be predicted, analyze price action, support and resistance level, order block and identifying the key areas of liquidity. അപ്പം ICT എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ടെക്നിക്കൽ ട്രേഡിംഗ് മെത്തേഡ്, ഒരു ട്രേഡിംഗ് മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് സ്റ്റൈലാണ് ICT എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ കൊടുത്ത പ്രൈസ് ആക്ഷൻ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ഓർഡർ ബ്ലോക്സ്, പിന്നെ മേജറായിട്ട് ഐഡൻറ്റിഫൈ ദ കീ ഏരിയ ഓഫ് ലിക്വിഡിറ്റി. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഐഡൻറ്റിഫൈ ദ കീ ഏരിയാസ് ഓഫ് ലിക്വിഡിറ്റി. ഇതിൻ്റെ ബേസിലാണ് ICT വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലായി എന്താണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ICT, എന്താണ് ICT എന്ന് പറയുന്നത്. ഒരു ഇന്നർ സർക്കിൾ ട്രേഡിംഗ്, അതാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പം ഇദ്ദേഹമാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പം നമ്മൾ രണ്ടാമത്തെ സ്ലൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ പലർക്കുള്ളൊരു ഡൗട്ട് ഉള്ളതാണ് ICT SMC. ചില ആൾക്കാർ പറയും ICT വേറെയാണ്, SMC വേറെയാണ്. ചില ആൾക്കാർ പറയും ICTയും SMCയും ഒന്നാണ്. അപ്പോൾ എന്താണ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു 1.12 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലുണ്ട്. 615 വീഡിയോൻ്റെ അടുത്തുണ്ട്. ഓക്കെ, ടോട്ടൽ. അപ്പം അദ്ദേഹത്തിൻ്റെ മെയിൻലി മെൻറ്റർഷിപ്പാണ്. 2021 മെൻറ്റർഷിപ്പ്, ഇപ്പം 2022 മെൻറ്റർഷിപ്പ് ഇപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പ് ആയിരുന്നു. അപ്പം ഇപ്പോൾ അദ്ദേഹം പ്രൈവറ്റ് ആക്കിയാണ്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അട്രാക്റ്റ് ആയിട്ടുള്ളത് ICT. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ഈ ഷോർട്ട് നോട്ട് നോക്കുകയാണെങ്കിൽ SMC ഓർ സ്മാർട്ട് മണി കോൺസെപ്റ്റ് ആർ സ്റ്റാർട്ടഡ് ബൈ റിച്ചാർഡ് വൈക്കോഫ് ഓവർ 100 years ago. എന്ന് വെച്ചാൽ സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് റിച്ചാർഡ് വൈക്കോഫ് എന്ന് പറഞ്ഞുള്ള ഒരു വ്യക്തി, അദ്ദേഹം 100 വർഷത്തിന് മുന്നേ കണ്ടുപിടിച്ച ഒരു സംഭവമാണ് ഈ SMC എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കതിന് വൈക്കോഫ് തിയറി എന്ന് പറയാം, നമുക്ക് പറയാം. ഓക്കെ, ICT ടേക്സ് ക്രെഡിറ്റ് ഓഫ് ഇൻവെൻറ്റിങ് SMC. എന്ന് വെച്ചാൽ SMCയുടെ ഒരു ഇൻവെൻറ്റിങ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു അപ്ഗ്രേഡ് വേർഷൻ എന്നൊക്കെ പറയാം നമുക്ക്. അങ്ങനെയുള്ള ഒരു മെത്തേഡായിട്ടാണ് ICT വന്നത്. ഈ ICT's concept and SMCs are both deal with liquidity inducement, imbalance manipulation, price and discount and supply demand. Let's talk about demand. ICT talks about IPDA. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിൻലി പറയുന്നത് ICTയുടെയും SMCൻ്റെയും ഏകദേശം കോൺസെപ്റ്റ്സ് ഒക്കെ സെയിമാണ്. എന്നിരുന്നാലും ICT SMCന്ന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്, ICT ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ICTയും SMCയും വേറെ വേറെ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം സെയിം ആണ്. എന്നിരുന്നാലും ICT
SMCയുടെ ഒരു അപ്ഗ്രേഡ് വേർഷൻ ആണ്. ഓക്കെ, അത് കണ്ടുപിടിച്ച ആളാണ് ഇന്നർ സർക്കിൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞു ലെറ്റ്സ് ടോക്സ് അബൌട്ട് IPDA. ഓക്കെ, ICT ടാക്സ് അബൌട്ട് IPDA. IPDA എന്ന് പറയുന്നത് ഇന്റർ ബാങ്ക് പ്രൈസ് ഡെലിവറി അൽഗോരിതം. ഇതാണ് ICTനെ SMCന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു സംഭവം. IPDA സ്റ്റാൻഡ്സ് ഫോർ ഇന്റർ ബാങ്ക് പ്രൈസ് ഡെലിവറി അൽഗോരിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. ICT എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ICT എന്ന് പറയുന്നത് SMCയുടെ തന്നെയാണ്. ഓക്കെ, നമ്മുടെ ഈ ഇന്റർ ബാങ്ക് എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് കേട്ടിട്ടുണ്ടാവും. ബിഗ് പ്ലെയേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബിഗ് പ്ലെയേഴ്സ്. അങ്ങനെയാണ് ഇന്റർ ബാങ്ക്. ബാങ്ക്സ് ആണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മെജോറിറ്റി ബാങ്ക്സ് ആണ്, മ്യൂച്വൽ ഫണ്ട്സ്, ഇൻഷുറൻസ് കമ്പനി, ഇവരൊക്കെയാണ് ദ ബിഗ് പ്ലെയേഴ്സ്. ഓക്കെ, അപ്പം അവർ യൂസ് ചെയ്യുന്ന ഒരു പ്രൈസ് ഡെലിവറി അൽഗോരിതം ഉണ്ട്. ഓക്കെ, അതിനെ ട്രാക്ക് ചെയ്യലാണ് നമുക്ക് ICTനെ കൊണ്ടുള്ളത് മേജർ ബെനിഫിറ്റ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ സ്ലൈഡിലേക്ക് നോക്കുമ്പോൾ SMC ഫസ്റ്റ് നമ്മൾ പറഞ്ഞു. SMC ICT വരുന്നതിന് മുമ്പേ ഒരു 100 വർഷം മുന്നേ ഉള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് മെത്തേഡ് തന്നെയാണ് SMC എന്ന് പറയുന്നത്. അത് കണ്ടുപിടിച്ച ആൾ പറഞ്ഞാൽ റിച്ചാർഡ് വൈക്കോഫ്. ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ കണ്ടല്ലേ, ഈ വ്യക്തിയാണ് ഇത് കണ്ടുപിടിച്ചത്. അതിൻ്റെ ഒരു സൈക്കിളാണ് നമ്മൾ ഫസ്റ്റ് പേജിൽ. ഇതൊരു അപ്ഗ്രേഡഡ് ഫോട്ടോ ആണ്. ഓക്കെ, രണ്ടും എന്താണെന്ന് നമുക്ക് പറയാം. ഫസ്റ്റത്തെ ഫോട്ടോ ഇത് ഫസ്റ്റത്തെ ഫോട്ടോ, ഇത് രണ്ടാമത്തെ ഫോട്ടോ. ഓക്കെ, ഫസ്റ്റത്തെ ഫോട്ടോ നമുക്ക് അറിയാം, അക്യുമുലേഷൻ, മാർക്കപ്പ്, ഡിസ്ട്രിബ്യൂഷൻ, മാർക്ക് ഡൗൺ. അതാണ് സൈക്കിള് മാർക്കറ്റിൻ്റെ. എന്താണ് അക്യുമുലേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൺസോളിഡേഷന് മുമ്പ്, കൺസോളിഡേഷൻ എന്ന് വെച്ചാൽ എന്താണ്? സ്മാർട്ട് മണി അല്ലെങ്കിൽ ബിഗ് പ്ലെയേഴ്സ് ഇവിടെ ഓർഡേഴ്സ് എന്താ പറയുക, ബിൽഡ് ചെയ്യും. ലിക്വിഡിറ്റി ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ഓർഡേഴ്സ് ബിൽഡ് ചെയ്യുക. അതിനുശേഷം അവിടെ ഒരു ബ്രേക്ക് ഔട്ട് വരും. ആ ഒരു ബ്രേക്ക് ഔട്ട് വരുന്നതാണ് മാർക്കപ്പ്. അതിനുശേഷം അവരുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിന്ന് എൻട്രി എടുത്ത വ്യക്തികൾ അവർ എക്സിറ്റ് ചെയ്യും. അവർ ഒറ്റയടിക്ക് എക്സിറ്റ് ചെയ്യില്ല. കാരണം അത് ഒറ്റയടിക്ക് എക്സിറ്റ് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഒറ്റയടിക്ക് എക്സിറ്റ് ചെയ്താൽ അറിയും ഇവരിവിടെ വെച്ചിട്ട് പൊസിഷൻസ് ക്ലോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫേസ്, ഓക്കെ, കുറച്ചായിട്ട് സെല് ചെയ്യും. പിന്നെ മാർക്കറ്റ് താഴേക്ക് വരും. ഈ ഒരു സൈക്കിള് തന്നെ തുടരും. ഓക്കെ, അതാണ് ഈ ഫസ്റ്റത്തെ ഇതിൽ കാണിച്ചത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഫോട്ടോയിൽ നോക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു ഫസ്റ്റ് ഇമേജിൻ്റെ ഒരു പുതിയൊരു വേർഷനാണ്. അക്യുമുലേഷൻ ഫേസ് നമ്മൾ പറഞ്ഞ പോലെ അക്യുമുലേഷൻ ഫേസ് കഴിഞ്ഞ് ഒരു മാർക്കപ്പ് കഴിഞ്ഞ ഒരു റീ അക്യുമുലേഷൻ എന്ന് വെച്ചാൽ എന്താ? വീണ്ടും വാങ്ങും. ഓക്കെ, അപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഒരു എൻട്രി വരുന്നത് എവിടെയാണ്? അക്യുമുലേഷൻ സ്റ്റേജിൽ നിന്ന് ഓർഡേഴ്സ് അക്യുമുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഓർഡേഴ്സ് ചെറിയ രീതിയിൽ വാങ്ങി കഴിഞ്ഞതിന് ശേഷം നേരെ ഒരു ബ്രേക്ക് ഔട്ട് നടന്ന് ഈ റീ അക്യുമുലേഷൻ ഫേസിൽ എന്താ സംഭവിക്കുന്നത്? ഈ റീ അക്യുമുലേഷൻ ഫേസിൽ പ്രൊഫഷണൽസ്, അങ്ങനെ മാർക്കറ്റിൽ അത്യാവശ്യം അറിയുന്ന ആളുകളെല്ലാം ഈ ഒരു സ്റ്റേജിൽ വാങ്ങും. അതിനുശേഷം വീണ്ടും പ്രൈസിനെ മുകളിലേക്ക് ആക്കി. ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫേസ്. ഡിസ്ട്രിബ്യൂഷൻ ഫേസ് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു എന്താ പറയുക, അക്യുമുലേഷൻ ഫേസ് നിന്ന് വാങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ റീ അക്യുമുലേഷൻ നിന്ന് വാങ്ങിയ പ്രൊഫഷണൽസും മെജോറിറ്റി അവർ സെല്ല് ചെയ്യും. ഈ ഒരു ഏരിയയിൽ സ്മോൾ ക്വാണ്ടിറ്റീസ് സെല്ല് ചെയ്ത് വെക്കും. അതിനുശേഷം മാർക്കറ്റിലേക്ക് വരും. പക്ഷേ അപ്പം ഇവർ സെല്ല് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും നമ്മൾ വാങ്ങുക. ഓക്കെ, റീറ്റെയിലേഴ്സ് വാങ്ങുക എപ്പോഴും എവിടെയാണ്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്യുന്ന സ്ഥലത്താണ് വാങ്ങുക. കാരണം ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് നടന്നു കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റും അപ്പോഴേ നമ്മൾ അറിയൂ. ഇത്രയും മൂവ്മെൻ്റ് അറിഞ്ഞ് മുകളിലേക്ക് പോകുമ്പോഴേ നമ്മൾ അറിയൂ ഇത് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെന്ന്. അപ്പോൾ നമ്മുടെ നോർമൽ റീറ്റെയിലേഴ്സ് വാങ്ങുക എവിടെയാണ്? ഈ ഡിസ്ട്രിബ്യൂഷൻ ഫേസിൽ. ഓക്കെ, അപ്പം എന്താണ് വൈക്കോഫ് തിയറി? നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താണ് ബേസ് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അതൊക്കെ വരും വീഡിയോസിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട സംഭവമാണ്. അപ്പോൾ ജസ്റ്റ് എന്താണ് SMC, എന്താണ് ICT എന്ന് പറയുന്നതിൻ്റെ ബേസിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ രണ്ട് തിയറി ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. വൈക്കോഫ് തിയറി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ,
ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ അടുത്ത സ്ലൈഡിൽ ഐ സി ടി മൈക്കിൾ ഹഡിൽസൺ, അദ്ദേഹമാണ് ഇതിൻ്റെ ക്രിയേറ്റർ. ഇതാണ് ആള് മൈക്കിൾ ഹഡിൽസൺ, ഐ സി ടിയുടെ ആള്. അദ്ദേഹത്തിൻ്റെ നമ്മൾ റിച്ചാർഡ് വൈക്കോഫ് തിയറി പോലെ തന്നെയാണ് ഐ സി ടിയുടെ പവർ ഓഫ് ത്രീ എന്ന് പറയുമ്പോൾ എന്താണ്, AMD accumulation. A stands for accumulation, M stand for manipulation, D stand for distribution. ഇതെന്താണ് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. നമ്മൾ വൈക്കോഫിൽ പറഞ്ഞ എന്താണ്, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ തന്നെ അക്യുമുലേഷൻ, മാർക്കറ്റിൽ സ്മാർട്ട് മണി അക്യുമുലേറ്റ് ചെയ്ത്, എന്താണ്, ഓർഡേഴ്സ് അക്യുമുലേറ്റ് ചെയ്ത്, ഇനി എന്താണ് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ താഴേക്ക് ഒരു മൂവ്. എന്താണ് താഴേക്കുള്ള ഒരു മൂവ്? താഴേക്ക്. ഇത് യഥാർത്ഥത്തിലൊരു മാനിപ്പുലേഷൻ സ്റ്റേജിൻ്റെ ഒരു ആരംഭമാണ്. ഓക്കെ, പക്ഷേ നമ്മുടെ റീറ്റെയിൽ ട്രേഡേഴ്സ് മനസ്സിലാക്കുന്നത് എന്താണ്, ഇത് താഴേക്കൊരു ബ്രേക്ക് ഔട്ട്, ഉടനെ തന്നെ മാർക്കറ്റ് മുകളിലേക്ക്. ഓക്കെ, അപ്പം ഇതാണ് അക്യുമുലേഷൻ സ്റ്റേജ്, ഇതാണ് മാനിപ്പുലേഷൻ സ്റ്റേജ്. ഓക്കെ, ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ്. ഇതാണ് പവർ ഓഫ് ത്രീയിൽ പറയുന്നത് AMD. ഓക്കെ, ഇതന്നെ റിവേഴ്സ് എങ്ങനെ വരും? അക്യുമുലേഷൻ ഒരു സെൽ സൈഡാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അക്യുമുലേഷൻ. മാനിപ്പുലേഷൻ ഏത് സൈഡിലേക്കാണ് വരിക? നേരെ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന പോലെ ഒരു ബ്രേക്ക് ഔട്ട്. ഓക്കെ, ഈ സൈഡിൽ ആര് എൻ്റർ ആവും? ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ എൻട്രി ഇവിടെ ആയിട്ടുണ്ട്. ഇവിടെ എന്താണ്, നമ്മൾ റീറ്റെയിലേഴ്സ് ചാടി ബൈ ചെയ്യും. ഓക്കെ, ഒരൊറ്റ താഴ്ത്തലാണ്. ഓക്കെ, ഇതാണ് മാനിപ്പുലേഷൻ സ്റ്റേജ്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ. അപ്പം അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് പറയാണ് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, അടുത്ത സ്ലൈഡ് നോക്കുകയാണെങ്കിൽ മിസ്കൺസെപ്ഷൻ അബൌട്ട് ICT. എന്താണ് മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ? കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട് ICTനെ കുറിച്ചിട്ട്, കുറച്ച് തെറ്റിദ്ധാരണകൾ. അപ്പോൾ നമ്മൾ 4 പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ICT ഈസ് ദ ബെസ്റ്റ് ട്രേഡിംഗ് മെത്തേഡ് ആൻഡ് മോസ്റ്റ് ആക്യുറേറ്റ് ആൻഡ് പ്രോഫിറ്റബിൾ. പല ആളുകളും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് എന്താണ്, ICT എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ട്രേഡിംഗ് മെത്തേഡാണ്, ഇത് വളരെ ആക്യുറേറ്റ് ആണ്, ഇത് ചെയ്താൽ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് പറയുന്നതാണ്. വെറുതെ പറയാണ്. ഓക്കെ, ഇത് പ്രൈസ് ആക്ഷൻ പോലെ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അതിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രേഡിംഗ് മെത്തേഡാണ് ഇത് വളരെ ആക്യുറേറ്റ് ആണോന്നോ, SMC ചെയ്യുന്നതോ, SMC ട്രേഡർ എന്ന് പറയുന്നത് ഒരു എന്താണ്, ഒരു അത്യാവശ്യം കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ് എന്നുള്ളൊരു ഇതുണ്ട്. നോർമൽ പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് പുച്ഛഭാവം അങ്ങനെയൊന്നുമില്ല. ICT എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോർമൽ ട്രേഡിംഗ് മെത്തേഡ്, അത്രയേ ഉള്ളൂ. ഓക്കെ, രണ്ടാമത്തത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദ ബിഗ് പ്ലെയേഴ്സ് യൂസിങ് ICT SMC ഏറ്റവും കൂടുതലാണ്. ഞാൻ പല ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ICT എന്ന് പറയുന്നത് എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ ബിഗ് പ്ലെയേഴ്സ് ചെയ്യുന്ന ഒരു മെത്തേഡാണെന്ന്. വെറുതെ തെറ്റ്. കാരണം ICTയുടെ ക്രിയേറ്റർ ആയിട്ടുള്ള മൈക്കിൾസ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരിക്കലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡല്ല, ഇത് റീറ്റെയിലേഴ്സ് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ഓക്കെ, ലിക്വിഡിറ്റി പോയിന്റ്സ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി പൂൾസ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് റീറ്റെയിലേഴ്സ് കണ്ടെത്തുന്നതാണ്. എന്താണ് കണ്ടെത്തുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫുട് പ്രിൻറ്റ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്കറിയാം. അതിനാണ് ICT യൂസ് ചെയ്യുന്നത്. അല്ലാതെ ബിഗ് പ്ലെയേഴ്സ് ICT യൂസ് ചെയ്യുന്നില്ല. അവർ യൂസ് ചെയ്യുന്നത് ഹ്യൂമൻ സൈക്കോളജി, നമ്മൾ നോർമൽ റീറ്റെയിലേഴ്സിൻ്റെ സൈക്കോളജിയും പാസ്റ്റ് ഡാറ്റാസ്, വിലയേറിയ ഡാറ്റാസ്, അതിൻ്റെയൊക്കെ ബേസിലാണ് അവരുടെ ട്രേഡിങ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ഒരു മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഹാർഡ് ടു ഇംപ്ലിമെൻറ്റ്. ICT എന്ന് പറയുന്നത് ഒരുപാട് ബോക്സ് വരച്ചിട്ട്, ഒരുപാട് സോൺസ് വരച്ചിട്ട്, ഒരുപാട് ലൈൻസ് വരച്ചിട്ട്, ഒരുപാട് ട്രെൻഡ് ലൈൻസ് വരച്ചിട്ട്, ഇതാണ് അത് നമ്മൾക്ക് നോർമലായിട്ട് ഒരു ഇൻഡിക്കേറ്റർ വെക്കുന്ന ആണ് സിമ്പിൾ എന്ന് പറയുന്നതാണ് അതിനേക്കാൾ വലിയ മണ്ടത്തരം. ICT പറഞ്ഞാൽ ഹാർഡൊന്നും അല്ല, അത് നമ്മൾ ഹാർഡാക്കുകയാണ്. SMCനെ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ICTനെ ഒരുപാട് ആളുകൾ ഒരു ഹാർഡായിട്ട് ഉള്ള ഒരു ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അത് സെറ്റപ്പ്
ഐഡൻറ്റിഫൈ ചെയ്യാനും ഇംപ്ലിമെൻറ്റും എക്സിക്യൂഷനൊക്കെ ഹാർഡായിട്ട് മനസ്സിലാക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല, ഇതൊക്കെ സിമ്പിളാണ്. പിന്നെ നമ്മൾ ഹാർഡാക്കി മാറ്റുകയാണ് പല പല അഡ്വാൻറ്റേജസിന് വേണ്ടി. അടുത്തത് ഇറ്റ്സ് ഓൺലി വർക്ക്സ് ഇൻ ഫോറക്സ് മാർക്കറ്റ്. അതാണ് ഫോറക്സ് മാർക്കറ്റിൽ നമ്മൾ കിൽ സോൺസ്, സ്നൈപ്പർ ഷോട്ട്, സ്നൈപ്പർ എൻട്രി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ICT കോൺസെപ്റ്റ്സ് ഫോറക്സ് മാർക്കറ്റിൽ വർക്ക് ചെയ്യുള്ളൂ എന്ന് വിശ്വസിച്ച് കിടക്കുന്ന ഒരുപാട് അങ്ങനെയുണ്ട്. അങ്ങനെയൊന്നുമല്ല, ഇത് ഏത് അസറ്റ് ക്ലാസ്സിലും വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മിസ്കൺസെപ്ഷൻസ്. ഓക്കെ, അപ്പം നമുക്ക് ലാസ്റ്റത്തെ അഞ്ചാമത്തെ കൺക്ലൂഷൻ. ഓക്കെ, കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ എന്താ, ICT ഓൺലി എ നോർമൽ മെത്തേഡ് ഓഫ് ട്രേഡിംഗ്. ഒരു നോർമൽ മെത്തേഡാണ്. ഓക്കെ, ഒരു നോർമൽ, ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്റ്റൈലാണിത്. ഓക്കെ, ദ മെയിൻ അട്രാക്ഷൻ ഓഫ് ദ മെത്തേഡ് ഈസ് ടു ഐഡൻറ്റിഫൈ ദ മൂവ്മെൻറ്റ് ആൻഡ് ദ ഫ്രൂട്ട് പ്രിൻറ്റ് ഓഫ് ദ ബിഗ് പ്ലേയേഴ്സ് ഇൻ ദ മാർക്കറ്റ്. എന്താ മെയിൻ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ബിഗ് പ്ലേയേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവരുടെ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ അവരുടെ ഫുട് പ്രിൻറ്റ്സ് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ എന്താ, നമുക്ക് ദെൻ വി ക്യാൻ ജോയിൻ ദാറ്റ് മൂവ്. നമുക്ക് ആ ഒരു മാനിപ്പുലേഷൻ ഫേസ് കണ്ടെത്തിയിട്ടാണ് കൂടുതൽ നമ്മൾ ട്രേഡ് എടുക്കാറ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ മൂവിൽ ചെയ്യാം. ദിസ് മെത്തേഡ് ഈസ് ഓൺലി സ്യൂട്ടബിൾ ഫോർ പേഷ്യൻറ്റ് ആൻഡ് ഡിസിപ്ലിൻ ട്രേഡർ. അത് എല്ലാ സെറ്റപ്പും പേഷ്യൻറ്റും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളതാണ്. പക്ഷേ ICT ചെയ്യുന്നത് എന്താണ്, കുറച്ചുകൂടി പേഷ്യൻ്റ് ആയിട്ടുള്ള ട്രേഡേഴ്സിന് പറ്റിയതാണ്. അത്ര അഗ്രസീവ് ആവാതെ, കാരണം നമ്മളൊരു സോൺസ് വരച്ച് വെച്ചാൽ ആ സോണിലേക്ക് പ്രൈസ് വരണം, എന്നാലേ നമുക്കവിടെ ട്രേഡ് ഉള്ളൂ. ഓക്കെ, ഇനി ലാസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ്, റിമെമ്പർ വൺ തിങ്, പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് ട്രേഡിംഗ് സൈക്കോളജി ഈസ് അൾട്ടിമേറ്റ്. ഓക്കെ, പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റും പ്രോപ്പറായിട്ടുള്ള ട്രേഡിംഗ് സൈക്കോളജി, ഇതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം. ബാക്കി ICT ആണെങ്കിലും എന്തൊരു ട്രേഡിംഗ് സെറ്റപ്പ് ആണെങ്കിലും അതൊക്കെ ഇതിന് ശേഷമേ വരൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെയിൻലി ഫോക്കസ് കൊടുക്കുന്നത് റിസ്ക് മാനേജ്മെൻറ്റിനും ട്രേഡിംഗ് സൈക്കോളജിക്കുമാണ്. അത് ഏകദേശം റെഡി ആയി കഴിഞ്ഞാൽ ICT സൂപ്പറാവും. അപ്പം ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.